യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ആയി എന്നുള്ളത് ആണ് ഇപ്പോഴത്തെ അവസ്ഥ. ദേശീയ രാഷ്ട്രീയത്തിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അനലൈസ് ചെയ്ത് ആ വിഷയങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. എന്റെ മുൻഗാമി അഹമ്മദ് എന്ത് ചെയ്തോ അത് ആവർത്തിച്ചാൽ മതി. അപ്പൊ നല്ല പ്രവർത്തനമായി. അത്ര നല്ല പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. മതേതര കക്ഷികളുടെ കൂട്ടായ്മയിൽ അംഗമാവുക, ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ നോക്കുക എന്നുള്ളതാണ് മുമ്പിലുള്ള വഴി. മോദി ഭരണകാലത്ത് മതേതര കക്ഷികൾ വലിയ വെല്ലുവിളി തെരഞ്ഞെടുപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് താങ്കൾ പാർലമെന്റിലേക്ക് പോകാനായി മത്സരരംഗത്തേക്ക് എത്തുന്നത്. എന്തായിരിക്കും മതേതര കക്ഷികളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ ഇനി ചെയ്യാനുള്ളത്? അല്ല, എല്ലാവർക്കും ഓരോ എളിയ കഴിവുകളുണ്ടല്ലോ. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. കാരണം മതേതര വോട്ടുകളിലെ ഡിവിഷൻ ഭിന്നിപ്പാണ് ഇന്ന് ബിജെപിയുടെ ശക്തി. അതില്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ നേതാവ് എന്നതിലുപരി യുഡിഎഫിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളാണ് താങ്കൾ. യുഡിഎഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ സമവായ ഫോർമുല ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാൾ കൂടി. താങ്കൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ വലിയൊരു വിടവ് ഉണ്ടാകുന്നുണ്ട്. അത് നികത്താനായി എന്തു ചെയ്യും? ഇവിടെ അതിനൊക്കെ പറ്റിയ നേതാക്കന്മാർ ധാരാളമുണ്ട്. ഇനി വ്യക്തിപരമായി എന്റെ സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിൽ അത് പാർട്ടി ലഭ്യമാക്കും എന്ന് പാർട്ടി പ്രസിഡന്റ് ഇന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയി വിചാരിച്ച് ഇവിടുത്തെ കാര്യങ്ങളിൽ നോക്കിക്കൂടാ എന്നില്ല. ഞാനിവിടെ കേരളത്തിലും പ്രവർത്തിക്കും, അതുപോലെ തന്നെ ദേശീയ തലത്തിലും പ്രവർത്തിക്കും. ആ കപ്പാസിറ്റി വെച്ചിട്ട് പാർട്ടിക്കാർക്ക് യുഡിഎഫിന്റെ ഏത് വേദിയിലും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇടപെടാമല്ലോ. അതിനൊന്നും കുഴപ്പമില്ല. ഇവിടെ ധാരാളം ആളുകൾ വേറെയുണ്ട്. പുതിയ പ്രതിപക്ഷ ഉപനേതാവിനെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അത് തങ്ങളെ സമയമാകുമ്പോൾ തീരുമാനിച്ചോളും. അവസാനമായി ഒറ്റ ചോദ്യം കൂടി. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു അഹമ്മദ് സാഹിബ് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. ആ ഭൂരിപക്ഷം നിലനിർത്താൻ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷേ പാർട്ടിക്ക് ലഭിച്ച ഭൂരിപക്ഷം, യുഡിഎഫിന് ലഭിച്ച ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ നിന്നാണ്. അത് തീർച്ചയായും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറോ കുറയോ എന്നൊക്കെ ഞാൻ തന്നെ അങ്ങനെ പറയുന്നത് ശരിയല്ല. പ്രവർത്തകന്മാർ ആവേശമല്ലേ, അത് നോക്കാം നമുക്ക്.